കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ചാണക്യനായി മാറുകയാണോ കെ.സി. വേണുഗോപാൽ? കരുണാകരൻ്റെ പഴയ ശിഷ്യനാണ്. അതുകൊണ്ട് തന്നെ അത്ര കുറച്ച് കാണേണ്ട കെ.സി. വേണുഗോപാലിന്. കെ.സി. വേണുഗോപാൽ ഇന്ന് കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. സംഘടന ജനറൽ സെക്രട്ടറിയാണ്. ഇന്ത്യയിലെ കോൺഗ്രസ് എന്ന സംഘടനയെ ചലിപ്പിക്കാൻ ഉത്തരവാദിത്വപ്പെട്ട ചുമതലയുള്ള ആളാണ് കെ.സി. വേണുഗോപാൽ. ചെറിയ വ്യക്തിയല്ല, കേരളത്തിലെ ഒരു സാധാരണ MP അല്ല അദ്ദേഹം എന്നോർക്കണം. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ ഇന്ന് ഏറ്റവും ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന ആളുകൂടിയാണ് കെ.സി. വേണുഗോപാൽ. കെ.സി. വേണുഗോപാൽ മെല്ലെ മെല്ലെ കേരള രാഷ്ട്രീയത്തിലേക്ക് സജീവമാവുകയാണ്. വളരെ സൂക്ഷ്മതയോടുകൂടിയാണ്, ജാഗ്രതയോടുകൂടിയാണ് കെ.സി. വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് എന്നോർക്കണം. മെല്ലെ മെല്ലെ കോൺഗ്രസിനെ കൈപ്പിടിയിൽ ഒതുക്കുക. കേരളത്തിൽ മുതിർന്ന നേതാക്കളുണ്ട്, ജനപിന്തുണയുള്ള നേതാക്കളുണ്ട്. അവരെയൊന്നും ദ്രോഹിക്കാതെ, വേദനിപ്പിക്കാതെ, എങ്ങനെയാണോ ഹൈക്കമാൻഡിനെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കിയത് കെ.സി. വേണുഗോപാൽ, അതേപോലെ തന്നെ കേരളത്തിലെ കോൺഗ്രസിനെയും കൈപ്പിടിയിൽ ഒതുക്കാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആത്യന്തികമായി അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണ്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുക എന്നതാണ്. അത് എത്രയും വേഗമാകാൻ കഴിയുമോ അത്രയും വേഗം, അതായിരിക്കുമല്ലോ ഏത് രാഷ്ട്രീയ നേതാവിൻ്റെയും ചിന്ത. അതുതന്നെയാണ് കെ.സി. വേണുഗോപാലിൻ്റെയും ചിന്ത. തൻ്റെ മുന്നിൽ മാർഗതടസ്സമായി നിൽക്കുന്നത് ആരൊക്കെയാണോ അവരെയൊക്കെ മെല്ലെ മെല്ലെ നോവിക്കാതെ വെട്ടിമാറ്റുക. അതാണ് കെ.സി. വേണുഗോപാലിൻ്റെ തന്ത്രം. കേരളത്തിൽ ആധിപത്യം പുലർത്തിയിരുന്ന നേതാവായിരുന്നു V.D. സതീശൻ. പ്രതിപക്ഷ നേതാവായതോടുകൂടി അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കോൺഗ്രസിൻ്റെ പൂർണ്ണമായ അധികാരം വന്നു. ഒരു സ്ഥാനത്ത് ആര് വരണം, ആര് വരണ്ട, ആര് മത്സരിക്കണം, ആര് മത്സരിക്കേണ്ട, UDF-ലേക്ക് ഏത് കക്ഷി വരണം, ഏത് കക്ഷി വരണ്ട എന്നതിൻ്റെയൊക്കെ അവസാന വാക്കായി മാറിയിരുന്നു V.D. സതീശൻ. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് K. സുധാകരനെ മാറ്റിയത് അത് മറ്റാരുമല്ല, V.D. സതീശൻ തന്നെയാണ്. V.D. സതീശൻ്റെ പിടിവാശിക്ക് മുന്നിൽ ഹൈക്കമാൻഡിന് പോലും വഴങ്ങേണ്ടി വന്നു. K. സുധാകരനെ മാറ്റിയില്ലെങ്കിൽ ഞാൻ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കും എന്നുവരെ അദ്ദേഹം ഹൈക്കമാൻഡിനെ അറിയിച്ചു. അവസാനം V.D. സതീശൻ്റെ ഭീഷണിക്ക് വഴങ്ങേണ്ടി വന്നു ഹൈക്കമാൻഡിന്. K. സുധാകരൻ പുറത്തായി. പിന്നീടാണ് നല്ല കളി തുടങ്ങിയത് കെ.സി. വേണുഗോപാൽ. ഈ കളിയെ ഇതേപോലെ മുന്നോട്ട് പോകാൻ അനുവദിച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് മുഴുവൻ V.D. സതീശൻ്റെ കയ്യിലാകും. കൃത്യമായി മനസ്സിലാക്കിയിരുന്നു കെ.സി. വേണുഗോപാൽ. അതനുസരിച്ച് മെല്ലെ മെല്ലെ V.D. സതീശനെ ദുർബലനാക്കുക, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കൈപ്പിടിയിൽ ഒതുക്കുക. അതായിരുന്നു കെ.സി. വേണുഗോപാലിൻ്റെ നീക്കവും തന്ത്രവും. അത് തുടങ്ങിയത് നിലമ്പൂർ ബൈ ഇലക്ഷൻ സമയത്താണ്. നിലമ്പൂർ ബൈ ഇലക്ഷനിൽ പിടിവാശി പിടിച്ചു V.D. സതീശൻ. PV അൻവറിനെ UDF-ലേക്ക് കൊണ്ടുവരണം, UDF-ന്റെ ഭാഗമാക്കണം എന്നായിരുന്നു പൊതു തീരുമാനം കോൺഗ്രസിൻ്റെ. മുസ്ലിം ലീഗ് അതിന് പിന്തുണ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ വാതിലടച്ച് കുറ്റിയിട്ട് കഴിഞ്ഞു. V.D. സതീശൻ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനുശേഷം V.D. സതീശൻ പറയുന്ന ഒരു കാര്യമുണ്ട്: എല്ലാവരുമായി ആലോചിച്ചാണ് തീരുമാനമെടുക്കുന്നത്. അത് മാധ്യമങ്ങളോട് പറയുക എന്ന ഒരൊറ്റ കടമ മാത്രമേ ഞാൻ നിർവഹിക്കുന്നുള്ളൂ. എന്നെ ചുമതലപ്പെടുത്തിയത് ഞാൻ മാധ്യമങ്ങളോട് പറയുന്നു എന്ന് മാത്രം. എന്നാൽ നേരെ തിരിച്ചായിരുന്നു കാര്യങ്ങൾ എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ സമ്മതിക്കും. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് K. സുധാകരനെ മാറ്റി പകരം വന്നത് സണ്ണി ജോസഫാണ്. സണ്ണി ജോസഫിനെ വരച്ച വരയിൽ നിർത്തി മുന്നോട്ട് പോവുക, സണ്ണി ജോസഫിനെ റബ്ബർ സ്റ്റാമ്പാക്കി നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക, അതായിരുന്നു V.D. സതീശൻ്റെ ലക്ഷ്യവും നീക്കവും. അതിനുവേണ്ടിയുള്ള എല്ലാ കരുക്കളും അദ്ദേഹം നീക്കിയിരുന്നു. എന്താണ് V.D. സതീശൻ്റെ ശക്തി? അദ്ദേഹം പലപ്പോഴും പറയുന്ന ടീം UDF, ടീം KPCC, ചെറുപ്പക്കാരുടെ ഒരു നിര, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, അബിൻ വർക്കി, V.T. ബൽറാം, അങ്ങനെ കോൺഗ്രസിലെ യുവനിര ഒന്നടങ്കം അണിനിരക്കുന്നത് V.D. സതീശന്റെ പിറകിൽ. UDF-ൽ നിന്ന് മുസ്ലിം ലീഗിന്റെ യുവജന വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ, ഫിറോസ് അടക്കമുള്ള നേതാക്കൾ ഒന്നിച്ച് ഈ ടീമിനോടൊപ്പം അണിനിരുന്നു. അതായിരുന്നു ശക്തി V.D. സതീശന്റെ. ആ ശക്തിയെ തകർക്കാതെ V.D. സതീശനെ ദുർബലമാക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി അറിയാം കെ.സി. വേണുഗോപാലിന്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആദ്യം കൈവച്ചത് അവിടെയായിരുന്നു. കെ.സി. വേണുഗോപാലിനോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ കൂട്ടുക, ഷാഫി പറമ്പിലിനെ എത്തിക്കുക,
VT ബൽറാമിനെ എത്തിക്കുക. അങ്ങനെ കോൺഗ്രസിന്റെ യുവനിരയെ ആദ്യം KC വേണുഗോപാൽ തൻ്റെ പക്ഷത്തേക്ക് കൊണ്ടുവന്നു. അതിൽ വലിയ രോഷമായിരുന്നു VD സതീശന്. ആ രോഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ പരസ്യമായ നിലപാടെടുക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് കോൺഗ്രസ് നേതാക്കൾ വിശ്വസിക്കുന്നു. അവസാനത്തെ പ്രയോഗം 19ാമത്തെ അടവ് അതായിരുന്നു VD സതീശൻ പുറത്തെടുത്തത്. അതിലൂടെ പുറത്തേക്ക് പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ KC വേണുഗോപാലിനൊപ്പമാണ് എന്ന്, തന്റെ കൂട്ടത്തിലില്ല എന്ന് ആദ്യം VD സതീശൻ മനസ്സിലാക്കിയത് നിലമ്പൂർ ഇലക്ഷൻ സമയത്തായിരുന്നു. നിലമ്പൂരിൽ രാത്രി രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിലിനോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് PV അൻവറെ കാണാൻ വീടിനകത്ത് കയറിയത്. എന്നാൽ വാഹനത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ഷാഫി പറമ്പിൽ. ആ കൂടിക്കാഴ്ച ആര് പറഞ്ഞിട്ട് എന്തിനു പോയി എന്ന് പരസ്യമായി ചോദിച്ചിരുന്നു VD സതീശൻ. ഒരു നേതാവിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും മുതിർന്ന നേതാവിൻ്റെ, പ്രബലനായ ഒരു നേതാവിൻ്റെ പിന്തുണയില്ലാതെ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിൽ രാത്രി PV അൻവറെ കാണാനെത്തില്ല. ആ നേതാവ് മറ്റാരുമായിരുന്നില്ല, KC വേണുഗോപാലായിരുന്നു. അന്നു മുതലാണ് VD സതീശന് മനസ്സിലായത് ചെറുപ്പക്കാർ എന്നെ വിട്ടുപോകുന്നു എന്ന്. അത് ചെന്നെത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയിടത്താണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് നേതാക്കളുടെയും അണികളുടെയും പിന്തുണയോടുകൂടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ വ്യക്തിയാണ്, സസ്പെൻഡ് ചെയ്ത വ്യക്തിയാണ്. കോൺഗ്രസിൽ നിന്നും, കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത വ്യക്തിയാണ്. പക്ഷേ പാലക്കാട് മണ്ഡലത്തിൽ സ്വീകരിക്കാൻ, ഒപ്പം നടക്കാൻ, പരിപാടിയിൽ ക്ഷണിക്കാൻ പോകുന്നത് കോൺഗ്രസ് നേതാക്കളാണ്. കോൺഗ്രസിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയ ഒരാളോടൊപ്പം ചേരാൻ പ്രബല നേതാവിൻ്റെ പിന്തുണയില്ലാതെ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കൾ തയ്യാറാകുമോ? തയ്യാറാകില്ല. അപ്പോൾ കളി തുടങ്ങി KC വേണുഗോപാൽ എന്നർത്ഥം. ചെറുപ്പക്കാരെ, യൂത്ത് കോൺഗ്രസിലെയും ചെറുപ്പക്കാരെ, ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന, സോഷ്യൽ മീഡിയയിൽ സജീവമായ ചെറുപ്പക്കാരെ മുഴുവൻ ആദ്യം ഒപ്പം കൂട്ടി. ഇപ്പോഴിതാ പിടിച്ചെടുത്തിരിക്കുന്നു യൂത്ത് കോൺഗ്രസും. ഏറ്റവും വിശ്വസ്തരായ KC വേണുഗോപാലിന് കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയുന്നവരെയാണ് പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റുമാക്കിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ. സ്വാഭാവികമായും അവിടെയും പിടിമുറുക്കി കഴിഞ്ഞു KC വേണുഗോപാൽ. ആദ്യം VD സതീശന്റെ പടയാളികളെ എല്ലാം സ്വന്തം പക്ഷത്തേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം യൂത്ത് കോൺഗ്രസിനെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കി. കോൺഗ്രസിന്റെ പോഷക സംഘടനകൾ എല്ലാം ഇപ്പോൾ KC വേണുഗോപാലിനൊപ്പമാണ്. പരമാവധി പരിപാടികൾ വിവിധ ഇടങ്ങളിൽ, വിവിധ ജില്ലകളിൽ സംഘടിപ്പിക്കണം. അവിടെയെല്ലാം പരമാവധി KC വേണുഗോപാലിനെ പങ്കെടുപ്പിക്കണം. അതാണ് നിർദ്ദേശം. VD സതീശന്റെ അപ്രമാദിത്വം അങ്ങനെ ഇല്ലാതാക്കുക. ഇപ്പോൾ തന്നെ ദുർബലനായി മാറിക്കഴിഞ്ഞു VD സതീശൻ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഏറെ സന്തോഷിക്കുന്നത് മറ്റാരുമല്ല, രമേശ് ചെന്നിത്തലയാണ്. അടുത്ത തവണ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കും? സ്വാഭാവികമായും ആകേണ്ടത് പ്രതിപക്ഷ നേതാവാണല്ലോ. എന്നാൽ അവിടെയാണ് KC വേണുഗോപാലിന്റെ ബുദ്ധി. KC വേണുഗോപാൽ ആദ്യഘട്ടത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കൊണ്ടുവരിക ഒരു സംശയവും വേണ്ട, രമേശ് ചെന്നിത്തലയായിരിക്കും. എന്തുകൊണ്ട്? ആദ്യഘട്ടത്തിൽ തന്നെ KC വേണുഗോപാൽ കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ രംഗത്തിറങ്ങിയാൽ, നിയമസഭയിലേക്ക് മത്സരിച്ചാൽ, MP സ്ഥാനം രാജിവെച്ച് മത്സരിക്കാൻ തയ്യാറായാൽ അത് കോൺഗ്രസിനകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കൂടുതൽ MP-മാർ രാജിവെക്കാനും നിയമസഭയിലേക്ക് മത്സരിക്കാനും തയ്യാറാകും. അത് വലിയ പൊട്ടിത്തെറിയായിരിക്കും കോൺഗ്രസിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ എന്ന് വെച്ചാൽ നിലവിലെ ലോക്സഭയുടെ കാലാവധി തീരുന്നതുവരെ ഒരു സംശയവുമില്ല, VD സതീശനായിരിക്കില്ല കേരളത്തിലെ മുഖ്യമന്ത്രി, അത് രമേശ് ചെന്നിത്തലയായിരിക്കും. പിന്നീട് രമേശ് ചെന്നിത്തല മാറുകയും KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വരികയും ചെയ്യും. അങ്ങനെ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം KC വേണുഗോപാലിന്റെ കയ്യിലേക്ക് എത്തും. അതാണ് കളി. രമേശ് ചെന്നിത്തലയ്ക്ക് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുക എന്നത്. അത് മാത്രമേ അദ്ദേഹത്തിന്റെ മുന്നിൽ അവശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു 2.5 വർഷക്കാലം UDF ജയിച്ചാൽ മുഖ്യമന്ത്രിയാവുക. അതിനുശേഷം KC വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരിക. ഇതാണ് KC വേണുഗോപാലിന്റെ തന്ത്രം. എല്ലാം ഒരുക്കിക്കഴിഞ്ഞു, കളം റെഡിയാണ്. യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള പോഷക സംഘടനകൾ KC വേണുഗോപാലിനോടൊപ്പമാണ്. KC വേണുഗോപാലിന് ഹൈക്കമാൻഡിലുള്ള സ്വാധീനം, രാഹുൽ ഗാന്ധിയിലുള്ള സ്വാധീനം, പ്രിയങ്ക ഗാന്ധിയിലുള്ള സ്വാധീനം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് KC വേണുഗോപാലിനെ എതിർക്കാൻ ഒരു നേതാവും തയ്യാറാകില്ല. അതോടുകൂടി കേരളത്തിലെ എല്ലാ സംഘടനകളും KC വേണുഗോപാലിന്റെ ചൊൽപ്പടിക്ക് നിൽക്കും. അതാണ് KC വേണുഗോപാലിനും വേണ്ടത്. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ
ഏറ്റവും മനോഹരമായ രാഷ്ട്രീയ കളി അതാണ് കെ സി വേണുഗോപാൽ കളിച്ചത് എന്ന് പറയാം. കെ കരുണാകരന് ശേഷം കേരളത്തിലെ കോൺഗ്രസിനെ ഒരു തുള്ളി രക്തം ചീന്താതെ കൈപ്പിടിയിൽ ഒതുക്കുക, അതാണ് ഇപ്പോൾ കെ സി വേണുഗോപാൽ ചെയ്തിരിക്കുന്നത്. കെ സി വേണുഗോപാൽ ഒരു സംശയവും വേണ്ട, നാളെ കേരളത്തിൻ്റെ അവസാന വാക്കായി അദ്ദേഹം മാറും. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വി ഡി സതീശിൻ്റെ പിഴവുകളിൽ നിന്ന്, ചെറിയ ചെറിയ പിഴവുകളിൽ നിന്ന് അതിനെ വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി മെല്ലെ മെല്ലെ കോൺഗ്രസിനെ പിടിച്ചെടുക്കുക, ആ തന്ത്രം വിജയിച്ചിരിക്കുന്നു കെ സി വേണുഗോപാലിൻ്റെ തന്ത്രം. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നാളെ കേരളത്തിലെ കോൺഗ്രസ് കെ സി വേണുഗോപാലിൻ്റെ ഉള്ളംകൈയിലായിരിക്കും.